നമ്മൾ ഇപ്പോൾ ഈ മുസ്ലിം സമുദായത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ലീഗിനെ പൊതുവെ കണ്ടുവരുന്നത്. അത് അങ്ങനെ തന്നെയാണോ? അങ്ങനെയല്ല, അതൊരു ധാരണ മാത്രമാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെല്ലാം മുസ്ലിം ലീഗുകാരല്ല. മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിലുണ്ട്, കോൺഗ്രസിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്, ഈവൻ BJP യിലടക്കം മുസ്ലിങ്ങളുണ്ട്. ഇപ്പോ മുസ്ലിം ലീഗിന്റെ ചിഹ്നമായ കോണിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല എന്നൊക്കെയുള്ള ഒരു പ്രഭാഷകന്മാരുടെ ഓരോ ആശയങ്ങളാണ്. അതൊന്നും ഒരു ഔദ്യോഗിക വാക്കുകളായിട്ട് എടുക്കാൻ പറ്റില്ല. ആ ഒരു ചിന്താഗതിയിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടോ മുസ്ലിം സമുദായം? ലീഗിനെ വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല എന്നൊക്കെ ഉള്ളത് ആ ചിന്തയിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടില്ല. നേരത്തെ ഇല്ല. അത് ഏതോ ഒരു പ്രഭാഷകൻ പറഞ്ഞൊരു കാര്യം മാത്രമാണ്. അതാരും അംഗീകരിക്കാൻ പോകുന്നു. പിന്നെ ഇവിടെ പൊതു ആശയമായി എടുക്കേണ്ടത് സമസ്ത പറയുന്നതാണ്. അല്ലെങ്കിൽ അതുപോലെ മുജാഹിദോ ജമാഅത്ത് അവരുടെ സംഘടന പറഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു പൊതു ആശയമായിട്ട് എടുക്കാൻ പറ്റും. ഒറ്റപ്പെട്ട പ്രഭാഷകന്മാർ, പ്രത്യേകിച്ചും ഈ ഐഡൻറ്റിറ്റി ഇല്ലാത്ത, തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ പൊതുസമൂഹത്തിന് നന്നായി അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരു തലപ്പാവുധാരിയായ ഒരാൾ, ഇപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് മൊത്തം മുസ്ലിം സമുദായം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഞാൻ ഒരു സംഘടനയുടെ ഔദ്യോഗിക ആൾ എന്ന നിലക്ക് ഞാൻ പറയുന്നതിനൊരു ഉത്തരവാദിത്വം ഉണ്ട്. അതൊരു സത്യമാണ്. അതേസമയത്ത് ആര് പറഞ്ഞാലും, മുസ്ലിയാരെന്ന് പോലും ഞാൻ പറയുന്നില്ല, കാരണം ഈ ഒരു വേഷം ധരിച്ച ആർക്കും എന്തും പറയാം. അതൊക്കെ മുസ്ലിം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയമാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അത് തിരുത്തപ്പെടണം. അതിനെന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ കാലത്ത് ഇതുപോലെ ഒരുപാട് തലപ്പാവ് ധരിച്ച ഒരുപാട് പേര് പലതും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. തലപ്പാവ് ധരിച്ചവർ പറയുന്നതോ, കുരിശ് ധരിച്ചവർ പറയുന്നതോ, പൊട്ടുതൊട്ടവർ പറയുന്നതോ ഒന്നും ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ആശയത്തിന്റെയോ അവരുടെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു വിധവയായ ഒരു മുസ്ലിം സ്ത്രീ ഷിംലയിൽ പോയിട്ട് മഞ്ഞിൽ ഇരിക്കുമ്പോൾ അവരൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിരുന്നു. അതെ, അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒരാളിട്ടു, വേറെ ആളൊരു പ്രഭാഷണം ചെയ്തു, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസിന്റെ ഏതെങ്കിലും വാക്കിലുള്ള ഒരു പീസിനെ എടുത്ത് പറയുന്നതിന് പകരം നമ്മളൊരു ആശയത്തെയാണ് അഡ്രസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സ്ത്രീ അങ്ങനെ യാത്ര ചെയ്യുന്നതും പോകുന്നതും ഒന്നും ഇസ്ലാമിൽ അങ്ങനെ ഒരു വിലക്കില്ല. അല്ല, അതാണ് ചോദിക്കേണ്ടത്. ഇസ്ലാമിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്താണെന്നാണ് ചോദിക്കേണ്ടത്. അല്ലാതെ ഇന്നയാൾ ഇന്നത് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുന്ന രീതിക്ക് മാറ്റം വരണം. ഇസ്ലാമിൽ യാത്ര ചെയ്യുന്നതിന് വിലക്കില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്ന് ഇസ്ലാം മാത്രമല്ലല്ലോ, അമ്മ പറഞ്ഞിട്ടില്ലേ സിനിമാ നടികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന്. കാരണം അത് അപകടം. സെക്യൂരിറ്റി സിസ്റ്റം അത് വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ പോളിസി ഉണ്ടാകും. ഇസ്ലാമിൽ അങ്ങനെ ഒരു പോളിസി ഉണ്ട്. പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അത് സുരക്ഷിതമല്ല. അതുകൊണ്ട് അവളുടെ കൂടെ സപ്പോർട്ടിന് ആളുണ്ടാകണം. അത് ഭർത്താവുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ നമ്മളിത് സംസാരിക്കുന്നത് സുനിത വില്യംസ് സ്പേസിൽ മാസങ്ങളോളം താമസിച്ച് തിരിച്ചു വന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ ഈ സ്ത്രീ സ്വന്തമായിരുന്നു പോയത്? ഇല്ല, കൂടെ വേറൊരു പുരുഷനുണ്ടായിരുന്നു. രണ്ടാളാണോ? അല്ല, ഭർത്താവ് കുടുംബത്തിലുള്ള ആരോ കൂടെ ഉണ്ടായിരുന്നില്ല. ഒഫീഷ്യൽസ് ഉണ്ടാവും. മുസ്ലിം അല്ലല്ലോ. ഈ സുരക്ഷിതമല്ല എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്ന എല്ലാ പെണ്ണിനും അപകടം ഉണ്ടാകും എന്നും അല്ലല്ലോ. നമ്മൾ ലൈസൻസ് എടുത്ത് പോകുന്ന എപ്പോഴെങ്കിലും പോലീസ് കൈകാട്ടെന്ന് വിചാരിച്ചിട്ടല്ല. അപ്പോൾ അത് ഇൻസ്പെക്ഷൻ ഒന്നും ഒരിക്കലും ഉണ്ടാവും. പക്ഷേ യു ഷുഡ് ഹാവ് ദ ലൈസൻസ് വിത്ത് യു. അതുപോലെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ ഒരു നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്നത്, അതിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും കൊള്ള നടക്കും എന്ന് വെച്ചിട്ടല്ല. ഇപ്പോൾ ഇവിടെയൊക്കെ CCTV ഒക്കെ ഉണ്ടാവും, പുറത്തൊക്കെ ഉണ്ടാവും. ഇവിടെ 100 വർഷമായി ക്യാമറ വെച്ചിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കില്ല. എവിടെയെങ്കിലും സംഭവിക്കും. അതിനുവേണ്ടിയാണ് ഈ സുരക്ഷിതത്വം, സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാക്കുന്നത്. അത്രേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ലോകം ഒരുപാട് ഇവോൾവ് ആയില്ല. അപ്പം മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ കേരളത്തിൽ തന്നെയാണെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഒറ്റയ്ക്ക് പോയി പഠിക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമുണ്ട്? ഇല്ല, ആരും തടയുന്നില്ലല്ലോ. ഇസ്ലാം ഒരു പോളിസി ഉണ്ട്, അത് ഇസ്ലാം പറയുന്നു. അത് അംഗീകരിക്കുന്നവർ അതനുസരിച്ച് ജീവിക്കുന്നു. അത് അംഗീകരിച്ചോളണം എന്ന് അങ്ങനെ ഇവിടെ ഒരു നിർബന്ധം ചെലുത്താൻ ആർക്കും സാധ്യമല്ലല്ലോ.